ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുഭാഷ് വീട് പണിയുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ്റെ ഏട്ടനും പെങ്ങളും വന്നിട്ട് ആ വീട് പണിയൊന്നും തടയിരുന്ന് ഞങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീട് പണി ഒന്നും ചെയ്യാതെ മുടക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാസ്കരൻ മുഴുവനും കുടിച്ചിട്ട് ഏട്ടൻ്റെ അടുത്തും പെങ്ങളുടെ അടുത്തും വന്ന് വഴക്ക് കൂടുന്നുണ്ട്. നീ എന്തിനാടാ എൻ്റെ മക്കളെ ആ വീട് പണിയടുത്ത് വന്ന് തടയാനുള്ളത്? അവർ ആ വീട് പൊളിക്കുക പണിയെ അവരെന്ത് വേണമെങ്കിലും ചെയ്യും, അവർ വൈറ്റ് വാഷ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യും, നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാനുള്ള അവകാശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ്റെ ഏട്ടൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക ഭാസ്കര, നിനക്ക് ആ വീട് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ, ആ വീട് എനിക്കാണ്, ഞാൻ വയസ്സായ കാലത്ത് അച്ഛനെ നോക്കിയതിന് ആ വീട് എനിക്കാണ് അവകാശം, നിനക്ക് ഒരിക്കലും ആ വീട് തരരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നീ ഭാര്യയെ കൊന്ന നിനക്ക് വീടിന് തറവാടിന് അപമാനം ഉണ്ടാക്കിയ ഒരാൾക്ക് ഒരിക്കലും ആ വീട് തരരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നീ പോകുന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷ് വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ സൂര്യയും കുടുംബവും ടൂർ പോണ സമയത്ത് ആ വണ്ടി വന്ന് അവരുടെ സുധീഷിൻ്റെ വണ്ടിമേൽ ഇടിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വന്നിട്ട് സുധീഷിനോട് വഴക്കൂടാൻ പോകുന്നുണ്ട്. ശരിക്കും സൂര്യയുടെ ഭാഗത്തായിരുന്നു തെറ്റ്, പക്ഷെ എന്നിട്ടും സുധീഷിന് ഒരുപാട് ചീത്ത പറയുന്ന സമയത്ത് നമ്മുടെ നിധിക്കാണെങ്കിൽ ഇത് സഹിക്കണില്ല. നിധിയാണെങ്കിൽ സൂര്യയോട് വഴക്കൂടുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഭാഗത്തല്ലേ തെറ്റ്, പിന്നെ എന്തിനാ ഡ്രൈവറോട് തല്ലണമെന്നൊക്കെ ചോദിച്ചിട്ട് സൂര്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്. സൂര്യക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വന്നിട്ട് സൂര്യ വീട്ടിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ ഭാഗത്ത് നിൽക്കാതെ ആ ഡ്രൈവറുടെ ഭാഗത്ത് നിൽക്കണേ, നീ ആ ഡ്രൈവർ ആദ്യമായിട്ടേ കാണണല്ലേ, നിനക്കും ഡ്രൈവർക്കും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കേണ്ടി. ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും വീട്ടിൽ പോയിട്ട് നമ്മുടെ സുധീഷ് ചെറിയ അനിയനോട് അവിടെ സംഭവിച്ച കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള എപ്പിസോഡിൻ്റെ കഥ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പ്രേമത്തിൻ്റെ കഥ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ തമ്മിൽ ആദ്യം കാണുന്ന സമയത്ത് തന്നെ സുധീഷിന് അവളെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, നിധിക്കാണെങ്കിലും സുധീഷിനെ ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം അവർ തമ്മിൽ എങ്ങനെ ഒന്നിക്കുക എന്നൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.